നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 8, 9, 10 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 8 രാവിലെ 5:53 AM മുതൽ ഏപ്രിൽ 10 വൈകിട്ട് 6:03 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഏപ്രിൽ 11 വെളുപ്പിന് 1:17 AM ബുധൻ മീനം രാശിയിലേക്ക് മാറുന്നത്. അതിവിടെ ബാധകമല്ല. ബുധൻ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ പണമായിട്ട് വേണ്ട, പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ദയവേത് ഫോൺ വിളിക്കരുത്, മെസ്സേജ് മാത്രം അയക്കാം. ഓക്കെ. ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. 8 തീയതി ഉച്ചയ്ക്ക് 12:28 PM മുതൽ ഉച്ചയ്ക്ക് 2 PM വരെയാണ് രാഹുകാലം. 8 തീയതി. 9 തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 3:31 PM വരെയാണ് 9 തീയതി രാഹുകാലം. 10 തീയതി രാവിലെ 10:56 AM മുതൽ ഉച്ചയ്ക്ക് 12:28 PM വരെയാണ് രാഹുകാലം. 10 തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ ഭാഗ്യ നിറങ്ങൾ പറയാം. 8 തീയതി ബുധനാഴ്ച പച്ച, 9 തീയതി വ്യാഴാഴ്ച മഞ്ഞ, 10 തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 8 തീയതി രാവിലെ 4:46 AM മുതൽ രാവിലെ 5:34 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 8 തീയതി. 9, 10 തീയതികളിൽ രാവിലെ 4:45 AM മുതൽ രാവിലെ 5:33 AM വരെയാണ് 9, 10 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 8 തീയതി ഇല്ല. 9 തീയതി ഉച്ചയ്ക്ക് 12:04 PM മുതൽ ഉച്ചയ്ക്ക് 12:52 PM വരെയാണ് 9 തീയതി അഭിജിത്ത് മുഹൂർത്തം. 10 തീയതി ഉച്ചയ്ക്ക് 12:03 PM മുതൽ ഉച്ചയ്ക്ക് 12:52 PM വരെയാണ് 10 തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 8-4-2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 2, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 9-4-2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 4, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 10-4-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 0, 4, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി നമുക്ക് ഫലങ്ങൾ നോക്കാം. മേടം രാശി. പിന്നെ പൊതുവിൽ പറയുകയാണെങ്കിൽ മീനം രാശിയിൽ 3 പാപഗ്രഹങ്ങൾ ഒത്തുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ 12 രാശിക്കാർക്കും കുറേശ്ശെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. നേട്ടങ്ങളുള്ള രാശിക്കാർക്ക് നേട്ടങ്ങളുടെ പൊലിമ കുറയും. അപ്പോൾ പൊതുവെ അപകടങ്ങൾ കരുതിയിരിക്കുക. പ്രത്യേകിച്ച് തീയുമായി ബന്ധപ്പെട്ട്, അഗ്നിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനാപകടം സൂക്ഷിക്കുക. അതുപോലെ വീഴ്ചകൾ, അതിപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഒരു കല്ല് തട്ടി മറിഞ്ഞു വീഴാൻ, അങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ മുതൽ ഉയർന്ന സ്ഥലങ്ങൾ കൂടി നടക്കുമ്പോൾ താഴേക്ക് വീഴാതിരിക്കാനുള്ള ശ്രദ്ധ, നമ്മൾ കരുതൽ എടുക്കുക. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക്
ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം അവരുടെ 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത്, വ്യയസ്ഥാനത്ത് ചൊവ്വ, ശനി, സൂര്യൻ ഇവ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ബേസിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാമെങ്കിലും അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഈ ഒരു അഗ്നിമാരുത യോഗവും മറ്റ് കാര്യങ്ങളുമൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പൊലിമ, ഉജ്ജ്വലത കുറയും. പിന്നെ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ടെങ്കിലും അതിനും തടസ്സങ്ങളും മറ്റുമൊക്കെയാണ് കാണുന്നത്. മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ചന്ദ്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നന്നായിരിക്കും. വഴിപാട് പറ്റുമെങ്കിൽ നടത്തുക. ഇവർക്ക് പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ചൊവ്വ, ശനി, സൂര്യൻ ഇവ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നെങ്കിലും അതിൻ്റെ നേട്ടങ്ങളുടെ ഒരു പൊലിമ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, തൊഴിൽപരമായിട്ട് നേട്ടം, അത് ഈ മീനമാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാട് നടത്തുക. ശിവന്, അയ്യപ്പന്, ശനിക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, തൊഴിൽപരമായിട്ട് നേട്ടം ഈ മീനം, മേടം മാസങ്ങളിൽ ഇവർക്കുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ഉണ്ടാവുമെങ്കിലും എല്ലാത്തിനും ഒരു പൊലിമ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് ശനി, ചൊവ്വ, സൂര്യൻ ഇവ ഒത്തുകൂടിയേക്കുന്നത്. പൊതുവെ എല്ലാത്തിനുമൊക്കെ ഒരു തടസ്സമൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെയും മറ്റ് ചില രാശികളെയൊക്കെ അപേക്ഷിച്ച് കർക്കിടക രാശിക്ക് വലിയ കുഴപ്പമില്ലാത്ത ദിവസങ്ങളാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ്. എങ്കിലും പൊതുവെ വലിയ ദുരിതങ്ങളൊന്നുമില്ലാതെ ഈ ദിവസങ്ങൾ കടന്നു പോകും. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 5 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ദോഷാധിക്യമുണ്ട്. എങ്കിലും ശുക്രനും വ്യാഴത്തിൻ്റെയും അത്യധികം ഗുണാധിക്യമുള്ള ഭാവങ്ങളിലാണ്. ശുക്രൻ ഭാഗ്യസ്ഥാനത്തും വ്യാഴം ലാഭസ്ഥാനത്തും നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടമുണ്ട്. എങ്കിലും ആ നേട്ടങ്ങൾക്കെല്ലാം തന്നെ ഈ 5 പാപഗ്രഹങ്ങളും ഒരു ശുഭഗ്രഹവും പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ കുറയും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകടങ്ങൾ കരുതിയിരിക്കുക. നിയമപരമായ പ്രശ്നങ്ങൾ പുതുതായി ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ചിങ്ങരാശിക്ക് അല്പം ദോഷാധിക്യമാണ്. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും
സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചിങ്ങൻ രാശിക്ക് അല്പം ദോഷമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ജീവിത പങ്കാളിയായിട്ട് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വിവേകപൂർവ്വം പരിഹരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവേണ്ടതാണ്. ഭാഗ്യപരീക്ഷകളിൽ സാധ്യത ഉള്ള ദിവസങ്ങളാണ്. പക്ഷേ ഈ ഒരു 7ാം ഭാവത്തിലെ ഈ ശനി, ചൊവ്വ, സൂര്യൻ ഇവയുടെ ഒത്തുചേരൽ കന്നിരാശിക്ക് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടാക്കും. ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ പാലിച്ചാൽ തീർച്ചയായിട്ടും ഈ അല്പം ദോഷാധിക്യമുള്ളത് മറികടക്കാൻ പറ്റും. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല. ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമാണ്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ഇവർ ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ട്. അതുപോലെ ശത്രുക്കൾ നിഷ്പ്രഭരാകും. മീനമാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ട് 7 ഗ്രഹങ്ങൾ നിൽക്കുന്നു. ഓക്കെ, 7 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് മിക്കവാറും ഉള്ള രംഗങ്ങളിലൊക്കെ ഭാഗ്യം തൊട്ടടുത്ത് വന്ന് പോകാനുള്ള സാധ്യതയാണ്. എല്ലാത്തിനും ഒരു തടസ്സമൊക്കെ ഉണ്ടാവാം. പൊതുവെ നേട്ടങ്ങൾക്ക് പൊലിമ കുറയുകയും ചെയ്യും. ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പൊതുവെ പ്രതികൂലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവാണ്. വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ബുധൻ മാത്രമാണ്. എങ്കിലും കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലാത്ത സാധാരണ ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങൾ കടന്നു പോകും. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്ര ആയിട്ട് ഞങ്ങൾ പറയുന്നു. കാരണം ശനിയും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അഗ്നിമാരുത യോഗമൊക്കെ വരുന്നു. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. പൊതുവെ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ബന്ധങ്ങൾ ഊഷ്മളമാവുകയൊക്കെ ചെയ്യും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ഈ ശനിയും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്ന മെയ് 11 വരെ ഇവർക്ക് അത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടായാൽ തന്നെ അതിനൊക്കെ ഒരു പൊലിമ കുറയും. അതായത് ഒരു 1,00,000 രൂപയൊക്കെ കിട്ടേണ്ട സ്ഥലത്ത് 50,000 രൂപ പോലും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നേട്ടങ്ങളുടെ ഒരു പൊലിമ കുറവ്, ഉജ്ജ്വലത കുറവ് പൊതുവെ ധനുരാശിക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധിക്കും. കാരണം ഈ ശനിയും ചൊവ്വയും കൂടി അഗ്നിമാരുത യോഗം നിർത്തുന്നതുകൊണ്ട്, സൃഷ്ടിക്കുന്നതുകൊണ്ട്, രൂപീകരിക്കുന്നതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും പൊലിമ കുറയും. നേട്ടങ്ങൾക്ക് ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്ര ആയിട്ടുള്ള ഫലം ഞങ്ങൾ പറയുന്നു. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് പറയുന്നത്. എങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ചന്ദ്രനും വ്യാഴവും ശിഖിയും നിൽക്കുന്നു. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക.
വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുട്ടിക്ക് വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇവർക്ക് ശനി, ചൊവ്വ, സൂര്യൻ ഇവ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 3-ാം ഭാവം എന്ന് പറയുമ്പോൾ പൊതുവെ കുടുംബപരമായിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ രമ്യതയിലാവുകയും കുടുംബ സൗഖ്യം ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ സഹോദരങ്ങളും സുഹൃത്തുക്കളുമൊക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുക തന്നെ ചെയ്യും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. അതുപോലെ തന്നെ മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ഉണ്ടാവും. എങ്കിലും ഇവർക്ക് 3 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. എങ്കിലും അതിനൊക്കെ തന്നെ ഒരു പൊലിമ കുറവ് ഉണ്ടാവും. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. കാരണം 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 3 പാപഗ്രഹങ്ങൾ ലഗ്നത്തിൽ, ജന്മത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ ഉണ്ടാവാം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ജന്മശനിയാണ്. അപ്പോൾ മീനം രാശിക്ക് ഈ ദിവസങ്ങൾ അത്ര നല്ല ദിവസങ്ങളല്ല, അല്പം ദോഷാധിക്യമുണ്ട്. പിന്നെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്ന ആ അഗ്നിമാരുത യോഗത്തിൻ്റെ ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.